വടികൊടുത്ത് അടിമേടിച്ചിരിക്കുകയാണ് അമിത് ഷാ. അധികാരത്തിന്റെ ഹുങ്കിൽ ശരത് പവാറിനെ ചൊറിയാൻ പോയതായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. അതിന് കണക്കിന് കിട്ടി എന്ന് തന്നെ പറയാം. ഒരിക്കൽ ഗുജറാത്തിൽ നിന്ന് സുപ്രീം കോടതി ചവിട്ടി പുറത്താക്കിയ ആളാണ് ഈ അമിത് ഷാ എന്നുമാണ് ശരത് പവാർ തിരിച്ചടിച്ചത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാക്കെതിരെ രൂക്ഷ വിമർശനവുമായി NCP നേതാവ് ശരത് പവാർ. ഗുജറാത്തിൽ നിന്ന് സുപ്രീം കോടതി തന്നെ പുറത്താക്കിയ ആളാണ് ആഭ്യന്തരമന്ത്രിയെന്ന് ശരത് പവാർ പറഞ്ഞു. ഇതോടെ അമിത് ഷായുടെയും BJPയുടെയും വായടപ്പിച്ചിരിക്കുകയാണ് ശരത് പവാർ. കഴിഞ്ഞ ദിവസം രാജ്യത്തെ അഴിമതിയുടെ രാജാവ് ശരത് പവാർ ആണെന്ന അമിത് ഷായുടെ പ്രസ്താവനയ്ക്കുള്ള മറുപടിയായാണ് അദ്ദേഹം രംഗത്തെത്തിയത്. സുപ്രീം കോടതി സ്വന്തം സംസ്ഥാനത്ത് പ്രവേശിക്കാൻ വിലക്കിയ ആളാണ് അമിത് ഷാ എന്നാണ് പവാർ മറുപടി നൽകിയത്. ഇത്രയും ഗതികേട് മറ്റൊരു നേതാവിനും ഉണ്ടായിട്ടില്ല എന്നും പവാർ പറഞ്ഞു. കുറച്ചു ദിവസം മുൻപ് ആഭ്യന്തരമന്ത്രി അമിത് ഷാ എന്നെ കടന്നാക്രമിച്ചു. രാജ്യത്തെ എല്ലാ അഴിമതിക്കാരുടെയും രാജാവെന്നാണ് അദ്ദേഹം എന്നെ വിളിച്ചത്. എന്നാൽ ഒരു കാര്യം ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നു. ഗുജറാത്തിലെ നിയമം ദുരുപയോഗം ചെയ്ത ആളാണ് അദ്ദേഹം. അന്ന് അദ്ദേഹത്തെ സുപ്രീം കോടതി തന്നെ ഗുജറാത്തിൽ നിന്ന് പുറത്താക്കി. അത് ചിലപ്പോൾ അദ്ദേഹം മറന്നു കാണും. എന്നാൽ ജനങ്ങൾ മറക്കാനിടയില്ല എന്നും ശരത് പവാർ പറഞ്ഞു. ഒരിക്കൽ സുപ്രീം കോടതി ഗുജറാത്തിൽ നിന്ന് പുറത്താക്കിയ ആളാണ് ഇന്ന് നമ്മുടെ ആഭ്യന്തരമന്ത്രി എന്ന് നമ്മൾ എല്ലാവരും ഓർക്കണമെന്നും അതിൽ പരം നാണക്കേട് നമുക്ക് വരാനുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. അവരുടെ കൈകളിലാണ് ഇന്ന് നമ്മുടെ രാജ്യമുള്ളത്. ഇതിലും വലുത് ഇനി നമുക്ക് വരാനുണ്ടോ എന്ന് തോന്നുന്നില്ല എന്നും പവാർ കൂട്ടിച്ചേർത്തു. നമ്മൾ തെറ്റായ വഴികളിലൂടെയാണ് പോകുന്നതെന്ന് രാജ്യത്തെ ജനങ്ങൾ മനസ്സിലാക്കണമെന്നും ശരത് പവാർ പറഞ്ഞു. അവർ ജനങ്ങളെ തെറ്റായ പാതയിലൂടെയാണ് കൊണ്ടുപോകുന്നത്. തനിക്ക് അതിൽ 100% ഉറപ്പുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2010 സൊഹ്റാബുദ്ദീൻ ഷെയ്ഖ് ഏറ്റുമുട്ടൽ കേസുമായി ബന്ധപ്പെട്ടാണ് അമിത് ഷായെ 2 വർഷത്തേക്ക് ഗുജറാത്തിൽ നിന്ന് പുറത്താക്കിയത്. പിന്നീട് 2014 അധികാരത്തിന്റെ സ്വാധീനത്തിൽ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയിരുന്നു. ജൂലൈ 21 മഹാരാഷ്ട്രയിൽ വെച്ച് നടന്ന BJPയുടെ പരിപാടിയിൽ അമിത് ഷാ ശരത് പവാറിനെതിരെ ആരോപണം ഉന്നയിച്ചത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ അഴിമതി രാജാവ് ശരത് പവാർ ആണെന്നാണ് അമിത് ഷാ അന്ന് പറഞ്ഞത്. അഴിമതിയെ സ്ഥാപനവൽക്കരിച്ചത് ശരത് പവാർ ആണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതിനുള്ള മറുപടിയാണ് ശരത് പവാർ അമിത് ഷായ്ക്ക് നൽകിയത്. ഒക്ടോബറിലാണ് മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. നിയമസഭയിൽ തിരിച്ചടി നേടുമെന്ന് ഏതാണ്ട് ഉറപ്പായതോടെയാണ് അമിത് ഷാ ഇത്തരം വില കുറഞ്ഞ രാഷ്ട്രീയ തന്ത്രവുമായി രംഗത്ത് വരുന്നതെന്നാണ് പ്രതിപക്ഷ നേതാക്കൾ ഒന്നടങ്കം ആരോപിക്കുന്നത്.